ഹലോ. ഇത് നമ്മൾ തലശ്ശേരിയുള്ള അനീഷ് സാറിൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റേഷനാണ്. കുറച്ച് വലിയ വർക്കാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ചെയ്തൊരു ചെറിയൊരു പ്ലാന്റേഷൻ വർക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. എന്നിട്ട് നിങ്ങളോട് പറയുകയും ചെയ്തിരുന്നു, ഇത്തരത്തിലുള്ള ചെറിയ വർക്കുകളാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇത് അന്നേ ദിവസം തന്നെ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റേഷൻ വർക്കുകളാണ്. അതിനേക്കാളും കുറച്ച് വലിയൊരു പ്ലാന്റേഷൻ വർക്കാണ്. ഇത് നമ്മൾ വെച്ച പ്ലാന്റുകൾ മാത്രമല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റുകൾക്ക് ഫെർട്ടിലൈസേഷൻ കൂടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം എല്ലായിടത്തും ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഫ്രൂട്ട് ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലായിടത്തും ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. നമുക്ക് വിഷമടിച്ച ഫ്രൂട്ട്സുകൾ കടകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ അതൊക്കെ മാറി ഇന്ന് ഓർഗാനിക്കായിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ, വീടുകളിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം നിരവധിയാണ്. അപ്പം അതിനെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചെറിയ ഗാർഡൻ പ്ലാന്റേഷൻ വർക്കുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളും അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വന്ന് ഇതുപോലെ ഫ്രൂട്ട് ചെടികൾ നട്ട് തരുന്നതാണ്. വീടുകളിൽ വന്ന് ആദ്യം മണ്ണ് ടെസ്റ്റ് ചെയ്യാനെടുക്കും. ടെസ്റ്റ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും മൂലകങ്ങളൊക്കെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരം കണ്ടെത്തി നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതേപോലെ ഫ്രൂട്ട് ചെടികൾ ഡ്രമ്മിലും അതുപോലെ നിലത്തുമായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ ഫെർട്ടിലൈസേഷൻ വർക്കുകൾ നേരത്തെ ചെയ്ത ഫ്രൂട്ട് പ്ലാന്റുകളുടെ കൃത്യമായിട്ട് വളമൊക്കെ കൊടുക്കണമെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും സൈറ്റ് വന്ന് നമുക്ക് നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മളിതുപോലെ നട്ടു തരാവുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.